ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ സുഭദ്ര സതീശൻ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം ചർച്ച ചെയ്യുന്ന വിഷയം ഭക്തിയോഗമാണ്, ഭക്തന്റെ ലക്ഷണങ്ങളാണ്. അതിൽ വളരെ പ്രസക്തമായ, കാലിക പ്രസക്തമായ ഒരു വാക്കാണ് മൗനി എന്ന വാക്ക്. തുല്യനിന്ദാസ്തുതിർ മൗനി എന്നാണ് ആ ശ്ലോകത്തുടക്കം. മൗനി എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നവൻ എന്നല്ല, വാക്കടക്കമുള്ളവൻ എന്നാണ്. വാക്കുകൾ രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മളിൽ നിന്ന് പുറപ്പെട്ടു പോണവ, മറ്റൊന്ന് നമ്മളിലേക്ക് വന്നു ചേരുന്നവ. നമ്മളിൽ നിന്ന് പുറപ്പെട്ടു പോണ വാക്കിലും നമ്മളിലേക്ക് വന്നു ചേരുന്ന വാക്കുകളിൽ നമ്മൾ സ്വീകരിക്കുന്ന പ്രതികരണവും അടക്കമുള്ളതായാൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം എത്രമാത്രം പ്രശസ്തിയിലാണെങ്കിലും, എന്തുമാത്രം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര മനുഷ്യത്വം കാണിച്ചവരാണെങ്കിലും ശരി, അബദ്ധവശാൽ അല്ലെങ്കിൽ അറിയാതെ പുറപ്പെട്ടു പോകുന്ന ഒരു വാക്കിൽ കൂടെ നേരിടേണ്ടി വരുന്ന പരാജയത്തിന് പകരം നിൽക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല. ആരും ആ സമയത്ത് അനുകൂലമായിട്ടോ ആശ്വാസമായിട്ടോ കൂടെ ഉണ്ടാവാതെയും കൂടി ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തകർച്ച നിസ്സാരമല്ല. താങ്ക് യു സോ മച്ച്.